So welcome back guys to Ultimate Night. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ, നമ്മൾ ഈ ബസ് ഡ്രൈവ് ചെയ്യണേ. പിന്നെ ഈ ബസ് കുറച്ച് നോയ്സിയും കൂടെയാണ്. ഈ ബസ് കുറച്ച് നോയ്സി ആണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ച് നോയ്സി ബസ്സാണ്. അതുകൊണ്ട് നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് അത് ലൈക്ക് ഷെയർ വളർത്തും. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പം നൈറ്റാണ്. അതുകൊണ്ട് എനിക്ക് ലൈറ്റ് ഇട്ടേ പറ്റൂ. ഞാൻ നോക്കട്ടെ. ഈ ലൈറ്റ് ഇട്ട് അത്രയ്ക്ക് ഇങ്ങോട്ടും പോരാ. ഈ ഒരു ലൈറ്റ് ഇട്ട് ഓക്കെ. ഇത്ര ഇതാണ് എൻ്റെ മാക്സ് ലൈറ്റ്. എൻ്റെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും. ഇപ്പൊ ഇവിടുത്തെ സ്നോ ഒന്നും മാറിയിട്ടില്ല. ബസ്സിന്റെ ഡ്രൈവറൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ബസ് ഡ്രൈവറുടെ അവാർഡ് കിട്ടിയതൊക്കെ പറഞ്ഞത്. എനിക്ക് ബസ് ഒരു പ്രാവശ്യം പക്ഷെ ഞാനിപ്പോ എടാ ഞാൻ കാണില്ലടാ. ഇതിന്റെ ശരിക്കുള്ള ഇതില്ലേ ശരിക്കും ഇതില്ലേ ഈ ബസ് കാർ വായിച്ച് ഇവിടെ അവിടെയൊക്കെ പോകുന്നുണ്ട്. ശരിക്കും സ്റ്റോപ്പ് ലോസ് ആൻജലോസിലാണ്. നീ ലോസ് ആൻജലോസിലല്ലേ? നീ ഇവിടെ 1 വീക്ക് ഫുള്ള് ഇതും 1 വീക്ക് തന്നെ ഇവിടെ ഉള്ളൂ. 1 വീക്ക് ഇപ്പൊ നാളെ കഴിയും. അപ്പൊ ഈ ബസ് കാർ വായിച്ച് അവിടെ കൊണ്ടുപോകും. പരീക്ഷണങ്ങളിൽ അവൻ ജയിക്കണം എന്ന് പറയുന്നു. അത് കേൾക്കുന്ന നമ്മുടെ റയാൻ അത്ഭുതത്തോടെ മഹാറാണിയെ നോക്കാണ് ചെയ്യുന്നത്. അത് കണ്ട മഹാറാണി അതുവരെയും നീ ആരാണെന്നുള്ള സത്യം അവളോട് ഒരിക്കലും പറയരുതെന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയെയും രാജകുമാരനെയുമാണ്. അവിടെ റയാൻ ആ സമയത്ത് ഈ കാര്യങ്ങളിലെല്ലാം ആലോചിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് കുഴപ്പമൊന്നും എനിക്ക് സന്തോഷമായി നമ്മളിപ്പോ വണ്ടി എടുത്തിട്ടുണ്ട്. ഡാമേജ് അപ്പോൾ ഇവിടെ എപ്പിസോഡ് 5 ഇപ്പോൾ ഇവിടെ വൈകിട്ടാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരത്തിന്റെ പുറത്താണ്. അവിടെ നമ്മുടെ ഹീറോയും റയാനും അവന്റെ സേവകനും ഉണ്ടായിരുന്നു. സേവകൻ പോവാമെന്ന് നിന്നെ വന്ന് ശരിക്കും ഇത് കാർഗോ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് കമ്പനി ലോസ് ആൻജലോസിലല്ലേ? ഞാൻ എനിക്ക് നാളെ ലോസ് ആൻജലോസിലല്ലേ? അപ്പം ഞാൻ 10 തവണ ബസ് കയറുന്നു. 10 തവണ ബസ് ബസ് കയറി ആകാശം പോകുന്നു. അങ്ങനെ വീണ്ടും കയറി നോക്കി. അപ്പം അതിലിപ്പോൾ നമ്മളിരിക്കുന്നത് ഈ ബസ്സിലാണ്. അപ്പം ടൂറിസ്റ്റ് ബസ് ഇപ്പം ഇവിടെ വന്ന ടൂറിസ്റ്റ് ബസ്സാണ്. താസ്മ എന്നൊക്കെ റൗണ്ട് ചെയ്യുന്ന ലോസ് ആൻജലോസിലാണെങ്കിൽ ഫ്രീ റൈഡ് ബസ്സായിരുന്നു. ഫ്രീഡം ഫ്രീ റൈഡ് ബസ്. ഓക്കെ നമ്മളിപ്പോ ആ ചേട്ടന്മാരെ പറയാതെ എന്റെ ബസ് തന്നെ പൊടി ബസ്സാണ്. സ്റ്റോയിലൊക്കെ അതിന്റെ കൂട്ടായ ഞാൻ മാത്രം പറയല്ല. ഈ ബസ്സില്ലേ ഇതാണ് പോളി ബസ്. സ്റ്റോയിൽ വരെ പോവും. കുഴപ്പമില്ലാതെ ശരിക്കും ശരിക്കും അപ്പൊ ഈ ബസ് ഇടിക്കത്തില്ലേ? ഈ ബസ് ഇടിക്കത്തിലാണ് കാണാൻ. നമ്മളെല്ലാം ഇവിടുത്തെ വേലക്കാരല്ലേ എന്ന് പറയുന്നു. അത് കേൾക്കുന്ന എലൈന എന്ന വേലക്കാരി ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എലൈനയ്ക്ക് സപ്പോർട്ട് പോലെ നിന്നോട് പറഞ്ഞ പണി നിനക്ക് ചെയ്താ പോരെ, എന്താ നിനക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോന്ന് എസബെല്ല നമ്മുടെ ഹീറോ എന്തോ പോലെ അവരെ നോക്കാൻ എന്നിട്ട് നമ്മുടെ പോവാൻ നോക്കുമ്പോ നമ്മുടെ ഹീറോയെ സസ്പെൻഷൻ കുറവാണെങ്കിൽ പവർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഹീറോ അത് താ എന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കിയെങ്കിലും അവർ
അവര് കൊടുക്കുന്നില്ല. എലൈന അത് നോക്കി ഇത് രാജകുമാരന്റെ പെൻഡന്റ് അല്ലേ, ഇത് ഇവള് മോഷ്ടിച്ചതായിരിക്കും, വേഗം ചെന്ന് വിവരം അറിയിക്കുന്ന കൂടെയുള്ളവരോട് ഒരു മുന്നറിയിപ്പ് എന്നോണം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ മര്യാദയ്ക്ക് അത് തന്നൂടെ എന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കുന്നു. അപ്പൊ ഇസബെല്ല നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വെള്ളമൊഴിക്കാനായി വെള്ളം കോരുന്നു. എന്നിട്ട് അത് ഒഴിച്ചപ്പോൾ ആ വെള്ളം നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വീഴേണ്ടതിനു പകരം എലൈനയുടെ ദേഹത്തേക്ക് മറിയുന്നു. അപ്പൊ എലൈന പെട്ടെന്ന് അവളെ പിടിക്കുന്ന നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയെ ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞ മഹാറാണിയുടെ തോഴിയും വരുന്നത്. വന്നിട്ട് എല്ലാവരും നിർത്തുമെന്ന് പറയുന്നു. നിങ്ങളെന്താ ഇവിടെ കാണിക്കുന്നേ? ഞാൻ കുറച്ചു സമയം മാറി നിൽക്കുമ്പോഴേക്കും എല്ലാവരും പ്രശ്നമുണ്ടാക്കാണോ എന്നൊക്കെ വേലക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എലൈന നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കൊണ്ട് ഇവളാണ് രാജകുമാരന്റെ പെൻഡന്റ് മോഷ്ടിച്ചതെന്നും ഞാൻ ഇവളോട് ചോദിച്ചപ്പോ അവൾ എന്റെ ദേഹത്ത് വെള്ളമൊഴിച്ചെന്നും നമ്മുടെ ഹീറോയെ കുറ്റപ്പെടുത്തി പറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ ചെറിയ പേടിയോടെയും ബഹുമാനത്തോടെയും അതല്ല സത്യം, ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം എന്ന് പറഞ്ഞ് സത്യം പറയാൻ പോകുമ്പോഴത്തേക്കും മഹാറാണി മതി, ആ പെൻഡന്റ് ഇങ്ങോട്ട് തരൂ എന്ന് പറയാണ് ചെയ്യുന്നത്. അത് കേട്ട ഹീറോ മടിയോടെ ഈ പെൻഡന്റ് എന്റേതാണ്, എനിക്കിത് തരാനാവില്ല എന്ന് പറയുമ്പോൾ മഹാറാണി അത് തരാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് നമ്മുടെ ഹീറോ വളരെ പേടിയോടെയും വിഷമത്തോടെയും ആ പെൻഡന്റ് മഹാറാണിക്ക് കൊടുക്കാണ് ചെയ്യുന്നത്. മഹാറാണിയുടെ കയ്യിലെ പെൻഡന്റ് കാണുന്ന മഹാറാണിയുടെ തോഴി ഇത് രാജകുമാരന്റെ കയ്യിലുണ്ടാവേണ്ട പെൻഡന്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാറാണി ഇത്രയും പ്രധാനപ്പെട്ട ഈ പെൻഡന്റ് എന്തിനായിരിക്കും ഇവൾക്ക് കൊടുത്തത് എന്ന് ആലോചിക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇസബെല്ല ഇവൾ രാജകുമാരന്റെ കയ്യിൽ നിന്ന് വരെ മോഷ്ടിച്ചു, ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവിടെ കളിയാക്കാണ് ചെയ്യുന്നത്. അത് കേട്ട ഹീറോ ദയവ് ചെയ്ത് എന്നെ പറയാൻ അനുവദിക്കണം, എന്നെ സ്നേഹിക്കുന്ന ആൾ ഒരുപാട് ഓക്കെ ഗായ്സ്, നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഗുഡ് ബൈ.